ചെയ്യുന്ന പ്രവർത്തനമാണ് കൂടുതലായിട്ട് ഈ മനുഷ്യനുണ്ടാവുന്നെങ്കിൽ പിശാചാണ് പിറകോട്ട് നിൽക്കുക, ഈ മലക്കാണ് ഈ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക. റമദാന്റെ പ്രത്യേകത എന്തായിരുന്നു അറിയങ്ങൾ? നമ്മുടെ ജീവിതത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഇടപഴകത്തിലും പ്രവർത്തനങ്ങളിലും ശൈത്വാന്റെ പ്രധാനമായ സ്വാധീനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മലക്കിന് നല്ല ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മലക്ക് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ ദ്വാരക്കുമ്പോൾ ആമീൻ പറയാനും, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് ആശംസ പറയാനും, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ റഹ്മത്തിന്റെ ജറക് വിരിച്ചു തരാനൊക്കെ മലക്കുണ്ടായത് കൊണ്ട് ഒരു വലിയ വിശുദ്ധി ആ മാസത്തിൽ നമുക്കുണ്ടായി. എന്നാൽ ഞാൻ റമദാൻ കഴിഞ്ഞു ഒരാളുടെ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ മാറ്റങ്ങൾ, ആ പ്രവർത്തനങ്ങൾ മാറിപ്പോകുമ്പോഴോ മലക്ക് പുറകോട്ട് പോൽക്കും. അപ്പോൾ പിന്നെ ശൈത്താന്റെ സ്വാധീനം കൂടുതലാവും. ആ സ്വാധീനം കൂടുതൽ വന്നാൽ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും വിശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന. അതുകൊണ്ട് മലക്കിനെ കൂടെ നിർത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മഹാനായ അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലി ഇബ്നി ആദമ ലമ്മതൻ ബിൽ മലകി വലമ്മതൻ ബിശ്ശൈത്വാൻ. ഏതൊരു മനുഷ്യനും ഒന്നുകിൽ ഒരു പിശാചിന്റെ സ്പർശനമുണ്ടാകും, അതല്ലെങ്കിൽ ഒരു മലക്കിന്റെ സ്പർശനമുണ്ടാകും. ഈ രണ്ടാലൊരു സ്പർശനമില്ലാതെ ഒരു സെക്കൻഡും ഒരു മനുഷ്യൻ ജീവിക്കുകയില്ല. ആരാണോ നമ്മളെ കൂടെ കൂടുതൽ സമയമുള്ളത് അതിനനുസരിച്ചാണ് നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ മാറി മറിയാണ്. മറ്റൊരു ഹദീസിൽ മുത്തനബി തങ്ങൾ പറയുന്നത് കേൾക്കണോ? മാമിൻ മിൻകും മിൻ അഹദിൻ യഖ്റുജു ബിബാബിഹി ഇല്ലാ റായതാൻ. ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോ ആ മനുഷ്യന്റെ വീടിന്റെ മുമ്പിൽ രണ്ട് പതാകകൾ ഉണ്ടാകുമെന്നാണ്. റായത്തും ബിയദി മലക്കിൻ വറായത്തും ബിയദി ശൈത്വാൻ. ഒരു പതാക പിടിച്ചു നിൽക്കുന്നത് ഒരു മലക്കാണ്, മറ്റൊരു പതാക പിടിച്ചു നിൽക്കുന്നത് ഒരു പിശാചുമാണ്. ഈ മനുഷ്യൻ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വീട്ടിൽ നിന്ന് പുറത്തു പോയതെങ്കിൽ ആ മലക്ക് ഈ മനുഷ്യന്റെ കൂടെ നടക്കുകയോ, അല്ലാത്ത സാഹചര്യമാണെങ്കിൽ പിശാചാണ് കൂടെ നടക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ മലക്കോ പിശാചോ രണ്ടാലൊരാൾ എപ്പോഴും ഒപ്പുണ്ടാവും. ഇന്ന് ഈ മലക്കിനുള്ളൊരു പ്രശ്നം എന്താ പറയുന്നത്? മലക്ക് നമ്മളോട് തെറ്റിപ്പിരിയാൻ വളരെ എളുപ്പമാണ്. ചെറിയ ചെറിയ ചില കാര്യങ്ങൾ, മലക്കാൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായാൽ അവർ പിരിഞ്ഞു പോകും, അവർ മാറി. മലക്കാൾ മാറി നിന്നാലോ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വിശുദ്ധി നഷ്ടപ്പെടുന്നത് മാത്രമല്ല, എല്ലാ ബറക്കത്തുകളും ജീവിതത്തിലും പോകും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇന്ന് നമുക്ക് പരാതികളും പരിഭവങ്ങളും, എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളെന്ന് അറിയുന്നത്. പരിഹരിച്ചിട്ടും തീരാത്ത ചില പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ആ ഒരു പ്രശ്നങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു ബറക്കത്ത് കുറവ് നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ആ ബറക്കത്ത് കുറവിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ മലക്കിനങ്ങനെ കൂടെ കൊണ്ട് നടക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. മലക്കാർക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികൾ, വളരെ ചെറിയ ചെറിയ പ്രവർത്തികൾ ഉണ്ടായാൽ മതി, അവർ മാറി നിൽക്കും. നിങ്ങൾ നോക്കി, മദീന പള്ളിയിൽ ഒരു സ്വഹാബി ഒരിക്കൽ ഉള്ളി തിന്നിട്ട് പള്ളിയിൽ ജമാഅത്തിന് പോയി. ഈ സ്വഹാബി പച്ച ഉള്ളി തിന്നതാണ്. എന്തിനാ ഉള്ളി തിന്നതെന്ന് അറിയാം? വിശന്നിട്ട് തിന്നതാണ്. അപ്പൊ ഈ പച്ച ഉള്ളി തിന്നാൽ വായക്കൊരു നാറ്റം ഉണ്ടാകും, ഒരു ദുർഗന്ധം ഉണ്ടാകുമല്ലോ, ഉള്ളിയുടെ ഒരു വാസന ഉണ്ടാകുമല്ലോ. ആ വാസന അനുഭവപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനൂ ആദം. മനുഷ്യൻ ഇടങ്ങേറുണ്ടാകുന്നതൊക്കെ മലക്കാർക്ക് ഇടങ്ങേറുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉള്ളി തിന്നിട്ട് വരികയാണെങ്കിൽ വായ ശരിക്കും മിസ്വാക്ക് ചെയ്ത് കഴുകി വൃത്തിയാക്കി വരണം, അല്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്കൾ നിങ്ങളെ തൊട്ട് മാറിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊരു ഹലാലായ കാര്യമാണ്. അപ്പൊ അതിലൊരു പ്രയാസം ഉണ്ടായാൽ പോലും മലക്ക് മാറി നിൽക്കും. മലക്ക് മാറി നിന്നാൽ പിന്നെ പിശാചിനായി നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം. അപ്പൊ പിന്നെ ആത്മീയത വേഗം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അപ്പൊ പിന്നെ ഒരു മനുഷ്യൻ സ്ഥിരമായിട്ട് ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ ആ മനുഷ്യന്റെ അടുക്കത്തേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ അടുക്കുകയല്ല. മലക്കുകൾ മാറി നിൽക്കാൻ അത്ര വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കുകയാണെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്വഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബിന്റെ ശരീരം മൊത്തം മുറിയുണ്ടായിരുന്നു. ശരീരം മൊത്തം മുറിവ് എന്ന് മാത്രമല്ല, കണ്ടാൽ തന്നെ പ്രയാസം തോന്നുന്ന മുറിവ്. ആ മുറിവുകളിൽ നിന്ന് മുറിവ് ബാധിക്കാത്ത ഒരു ഭാഗം ശരീരത്തിലില്ലാതെ അതിന് രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഈ സ്വഹാബി തന്റെ വീട്ടിൽ കിടക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ?
വീടിന്റെ പുറത്ത് മരങ്ങളെ കൊണ്ടൊരു പാത്തി കെട്ടിയിരിക്കുകയാണ്. ആ പാത്തി കെട്ടിയ ആ പാത്തിയിലാണ് ഈ സ്വഹാബി കിടക്കുന്നത്. എന്തിനാണ് ഈ പാത്തിയിൽ കിടക്കുന്നതെന്നറിയുമോ? ശരീരത്തിൽ നിന്ന് പൊട്ടിയ ഭാഗത്തിലൂടെ രക്തം ഇങ്ങനെ അതിന്റെ ഇടയിലൂടെ താഴേക്ക് ഒലിച്ചിറങ്ങുകയോ, ചോരങ്ങനെ അടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി കണ്ടേ പാത്തി കെട്ടിയിട്ട് ആ പാത്തിന്റെ മേലാണ് സ്വഹാബി കിടക്കുന്നത്. എന്നാൽ അത്ര വലിയ പ്രയാസത്തിലാണ് ഈ സ്വഹാബി എങ്കിലും ആത്മീയമായ ആ സ്വഹാബിക്ക് യാതൊരു വിഷമവുമില്ല, വലിയൊരു പ്രയാസവും നേരിടും